ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഞങ്ങളുടെ ഫെയർവെല്ലാണ്. നമ്മുടെ എല്ലാവരും കോളേജിൽ നിന്ന് സെൻഡ് ഓഫ് ഒക്കെ തന്നെ പറഞ്ഞു വിടാൻ പോവാണ്. സോ 3 വർഷം അടിച്ചു പൊളിച്ച് ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഫൈനലി നമ്മൾ കോളേജിനോട് ടാറ്റ ബൈ ബൈ പറയാൻ പോവാം. ഇനി നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മാത്രം ചെന്നാൽ മതി. സോ അപ്പം അതിൻ്റെ ഒരു ചെറിയ പാർട്ടി, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് റെഡി ആവാൻ പോകട്ടോ. ഓക്കെ, ബാക്കിയുള്ള വിശേഷം റെഡി ആവണതും റെഡി ആയി കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോണതൊക്കെ നമുക്ക് വഴിയേ കാണാം. ഓക്കെ, അപ്പം ബൈ. അപ്പോൾ അതാ അമ്മയാണ് കേട്ടോ സാരി ഉടുപ്പിച്ച് തന്നെ. നമുക്ക് സാരിയിൽ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമില്ല, അതുകൊണ്ട് അമ്മയാണ് സാരി ഉടുപ്പിച്ച് തന്നെ. ഇതാണ് എൻ്റെ സാരി വന്നിട്ട്. എല്ലാവരും ഒരു ബ്രൗൺ കളർ എന്നാണ് പറഞ്ഞേക്കണേ. ഇത് ബ്രൗണിൻ്റെ ഏതൊരു ഷെയ്ഡാണ്. അപ്പോൾ സാരി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ വെറുതെ ഇങ്ങനെ നിന്ന് കൊടുക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. അമ്മ എല്ലാം ചെയ്തു തരും. അമ്മ പിന്നെ ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അമ്മ സാരി ഉടുക്കാൻ ഒരു 5 മിനിറ്റൊക്കെ മതി കേട്ടോ അമ്മയ്ക്ക് സാരി ഉടുക്കാൻ. അപ്പം ഇതാ എൻ്റെ സാരി ട്രീപ്പിസ്റ്റ് ഫുള്ള്, എന്നെ സാരി ലുക്ക് ഫുള്ള് അമ്മ കേട്ടോ ചെയ്തു തരുന്നത്. എൻ്റെ അമ്മ നല്ലപോലെ പ്ലീറ്റ്സൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മളിന്ന് സിംഗിൾ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അടിയിലെ പ്ലീറ്റ് നമുക്ക് അത്ര വശമൊന്നുമില്ല. അപ്പം അതെല്ലാം സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഒരുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എന്നെ സാരി ഉടുപ്പിച്ച് വെച്ച് നോക്കുമ്പോൾ ഈ സാരി ഇപ്പം അത്യാവശ്യം എളുപ്പമായിട്ടുള്ളൊരു സാരി കേട്ടോ എന്നാണ് അമ്മ പറഞ്ഞത്. എനിക്ക് പിന്നെ സാരി ഉടുത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കേട്ടോന്നു. സാരിയൊക്കെ ഓൾറെഡി സെറ്റായി കേട്ടോ. എൻ്റെ സന്തോഷത്തിലൊക്കെ കറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ മുടിയൊക്കെ കെട്ടി. അതിൻ്റെ ഇടയിൽ കറണ്ടൊക്കെ പോയിട്ട് നല്ല ആവി എടുക്കുന്നുണ്ട് സാരി കൊടുത്ത് നിന്നിട്ട്. എന്നിട്ട് ഞാൻ മുടി കെട്ടി കഴിഞ്ഞപ്പോൾ അമ്മ അടിയിലിങ്ങനെ പിന്നിടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കണ്ണെഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് വേണോ ഇതാണോ? രണ്ട് സെയിമല്ലേ? ഇത് കുഞ്ഞി പൊട്ട്, ചെറുത്. ഇത് വലിയ പൊട്ട്. ചെറുത് മതി. കുഞ്ഞി പൊട്ട് തൊട്ടാ കാണുമെന്ന് എനിക്കറിയില്ല കേട്ടോ. തുറക്കാതെ മതി. കാണണ്ട? എനിക്ക് കണ്ട്, വീഡിയോയിൽ കണ്ടു. കാണണ്ടേ? ഇനി നമ്മുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ കൊള്ളുമായിരിക്കും. കൊള്ളും. വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ശരി, ഇങ്ങനെ ഞാൻ മുടി ആക്കിയിട്ടേക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് ചോദിക്കത്, മുടി കഴുകാണ്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കെട്ടി വെച്ചാൽ ഈ മുടി ഇങ്ങനെ കിട്ടും. നമ്മുടെ ലുക്ക് എപ്പോഴും കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്ക് ആട്ടാ. ഇതെന്താ ഇങ്ങനെ എടുക്കണേന്ന് ചോദിച്ചാൽ, നമ്മുടെ ലുക്ക് കംപ്ലീറ്റ്. പിന്നെ കുറച്ച് തിളങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് NYBയുടെ സ്റ്റോപ്പ് ക്രീം. ഓൾറെഡി നമ്മൾ ഒരു പരിപാടിക്കായതുകൊണ്ട് ഉണ്ടല്ലോ, ഇവിടെ ഒരു പിങ്കിഷ് കളറാണ്. നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങുമ്പോഴേ എന്താ പറയുക, സൺ കിസ്റ്റ് അടിച്ചിട്ട് ഇവിടെയൊക്കെ ബ്രഷ് ചെയ്തിട്ടുണ്ട്. കരഞ്ഞ് തിരിഞ്ഞ് വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൂ അറിയണ്ട.
നമ്മുടെ ലാസ്റ്റ് ഘട്ടമായ നമ്മുടെ ലാസ്റ്റ് ഘട്ടം ടിങ് ടിങ്. എന്തില്ലെന്ന് പറഞ്ഞാലും ഇതിടുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തിടുമെന്നാണ് നമ്മൾ ആലോചിക്കുക. നമുക്ക് പറയില്ല. ഇതോടെ കഴിഞ്ഞ് നമ്മുടെ ആക്സസറീസ് ഒക്കെ പെയർ ചെയ്ത് ഏകദേശം ഫുൾ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടാ. ആദ്യമായിട്ടായിരിക്കും സാരിയുടെ കൂടെ ഡിജിറ്റൽ വാച്ചൊക്കെ കെട്ടിയിട്ടോ. പക്ഷേ ഒരു വിഷയം നമ്മൾ ഒത്തിരി ഇതായിട്ടുണ്ടെങ്കിൽ കഴിയില്ല. അപ്പം ഓരോ ലുക്കും മീനാ കഴിഞ്ഞോട്ടെ ഗൈസ്. നമ്മൾ മെയിൻ സാധനം സാരി കൊടുത്തു കഴിഞ്ഞാൽ സുന്ദരിമാരെല്ലാം കൂടുതലും തോന്നും. കഴിഞ്ഞു. നമ്മുടെ ഫ്രണ്ട്സൊക്കെ അടിപൊളിയായിട്ട് വരും കേട്ടോ. ഇതൊക്കെ കാണിച്ചു തരാം, വഴിയേ കാട്ടിത്തരാം. ഓക്കെ, ഇനി ബാക്കി ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. നമ്മളിതേ കോളേജിൽ എത്തിയിട്ടാ. നമ്മളങ്ങനെ കോളേജിൽ എത്തിയിട്ടാ. ഇതാണ് നമ്മുടെ ക്ലാസ്. സെറ്റായിട്ടോ അവരോട് വിളിച്ചിരിക്കുന്നത്. ഹായ് ഗൈസ്, ദേ നമ്മുടെ പിള്ളേരൊക്കെ എത്തിട്ടോ. ഇതൊരു സ്ഥാന ഹർഷബിനെ അങ്ങനെ നോക്കുന്നില്ല. ക്യാമറ കണ്ടാ ഓടാൻ വേണ്ടിട്ട് നോക്കിക്കുന്നത് ഏറ്റവും നമ്മുടെ ഇഷ്ടം. ഇവരൊക്കെ ക്യാമറ കാണുമ്പോഴത്തേക്ക് ഓടും കേട്ടോ. അപ്പൊ ഗൈസ് ദേ നമ്മളിപ്പോ വെയിറ്റ് ചെയ്ത് കേട്ടോ ഹാളിലേക്ക് കയറാൻ വേണ്ടിട്ട്. ദേ എല്ലാരും ഉണ്ട് ഇവിടെ. നമ്മളെ പിള്ളേരെല്ലാം റെഡി ആയിട്ട് നിൽക്കാം. നമ്മളിപ്പം അകത്തേക്ക് കയറ്റിട്ടില്ല, പുറത്തെത്തേക്കാട്ടോ. അപ്പൊ നമ്മള് ഇനി ബാക്കി അകത്ത് കയറിയിട്ടുള്ള വിശേഷം അത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ദേ നമ്മളെല്ലാരും ഒരു വരിയായിട്ട് നിൽക്കുക. ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും കണ്ണടച്ചിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. അകത്ത് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണടച്ചിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാ നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല രസം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നമ്മുടെ ജൂനിയേഴ്സ് നമുക്ക് നല്ലൊരു ഫെയർവെൽ പാർട്ടിയാണ് അറേഞ്ച് ചെയ്തത്. എന്ത് രസമായിരുന്നു അറിയോ, ആ ഹാങ്ങിങ്സും ലൈറ്റും അവിടെ ഫുള്ളി അടിപൊളിയായിട്ട് ഒരുക്കിയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാരും കഴിക്കണോ വേണ്ടോ എന്നൊക്കെ ഓർത്തിരിക്ക. എല്ലാവർക്കും ഫുഡായി. ഇതേ ഫുഡ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിട്ട് ലഞ്ച് നിൽക്കാം. ഇതൊക്കെ എന്താ എന്റെ പേര് ഭയങ്കരമായിട്ട് എന്താ ചർച്ച ചെയ്യും.
എന്തോ സീക്രട്ട് റൂം ഒക്കെ റെഡി ആക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് കാണാൻ വേണ്ടി പോവാം. അപ്പോൾ അതാ സീക്രട്ട് റൂമിലേക്ക് കയറുന്നതിന് മുന്നേ എല്ലാവരും ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ സീക്രട്ട് റൂം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ പെയിൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ മുക്കിയിട്ട് നമുക്കവിടെ കൈ ഇങ്ങനെ പതിപ്പിക്കാം. പിന്നെ ഹാർട്ട് ഷേപ്പ്, അങ്ങനെ കുറച്ച് നമ്മുടെ കുറച്ച് മെമ്മറീസ് അവിടെ ഫീൽ ചെയ്യും. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മുടെ കുറച്ച് ഫോട്ടോസുള്ള ഒരു വാൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കവിടെ വല്ല നോട്ട്സ് കഴിഞ്ഞ് അത് എഴുതായിരുന്നു. അങ്ങനെ നല്ലൊരു സീക്രട്ട് റൂമായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേ നമ്മളെല്ലാം അവിടെ ഹാർട്ട് ഷേപ്പും പിന്നെ ഹാൻഡ്സിൻ്റെയും എല്ലാം അവരുടെ ഓരോരോ ക്യൂട്ട് മെമ്മറീസൊക്കെ ഓർമ്മിക്കാൻ വേണ്ടി അവരുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ പിള്ളേർ സ്റ്റിക്ക് ബോർഡിൽ നോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനും വരച്ചു, ചെറിയ ഹാർട്ടൊക്കെ വരച്ചു. ഈ ഫെയർവെൽ എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ലായിരുന്നു കേട്ടോ, നമ്മുടെ 3 മിസ്സുമാരും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതാ അവരുടെ ഒരു വീഡിയോ, അവരുടെ ഒരു കുറച്ച് മെമ്മറീസ് ഉള്ളൊരു വീഡിയോസ് ബാക്കി മിസ്സുമാർ അറേഞ്ച് ചെയ്ത. അപ്പോൾ ആ വീഡിയോ ആണ് നമുക്ക് സ്ക്രീനിൽ പ്ലേ ചെയ്തിരിക്കുക കേട്ടോ. ഇതുകൂടാതെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ, അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അത് കണ്ടിരിക്കുകയായിരുന്നു ഞാൻ, അപ്പോൾ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് കട്ടിങ്, അവസാനം ഫെയർവെല്ലിൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും കൂടെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കൊടുക്കുകയും. സോ ഗൈസ്, ദേ നമ്മളെല്ലാം കഴിഞ്ഞു. നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിട്ടോ, ചെറിയൊരു ഗിഫ്റ്റ് എല്ലാം കിട്ടി. ഞങ്ങളെല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ.